എടാ മോനെ, നമ്മളെ ഫ്രീ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കാരണം നമ്മളെ കമ്മ്യൂണിറ്റി എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുക, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് സാം ആൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു US ബേസ്ഡ് സ്റ്റാർട്ടപ്പിലാണ്. അങ്ങനെ കുറേ ഹൈ ലെവൽ എക്സാക്യൂട്ടീവ്സിനായിട്ട് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ സ്കില്ല് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പൊസിഷനിലേക്കോ പാക്കേജിക്കോ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ബിക്കോസ് ഞാൻ കുറേ മല്ലൂസിനെ ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 10,000 മല്ലൂസിനെ 10,000 കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള, അവരിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരു പർപ്പസിലാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യുന്നത്. സോ അതാണ് എന്നെയും കമ്മ്യൂണിറ്റിനെയും കുറിച്ചുള്ള ഒരു ബേസിക് ഓവർവ്യൂ. ഈ ഡോക്യുമെൻറ്റ് ഈ വീഡിയോയിൽ, ഈ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. മേ ബി അത് ഇങ്ങനെ ആയിരിക്കാം കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. ഈ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിൽ പോകും, ഓപ്പൺ ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എത്തും. ഓക്കെ, ആൻഡ് ഐ എക്സ്പ്ലെയിൻ വാട്ട് എക്സാക്ട്ലി ബിഗിനേഴ്സ് ചാലഞ്ച് ഇൻ എ മൊമെന്റ്. അതിന് മുൻപ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഒരു 7 ഗ്രൂപ്പ്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു 7 ഗ്രൂപ്പ്സ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സ്റ്റാർട്ട് ഹിയർ, ഇൻ്റർവ്യൂ ടോക്ക്, ബ്ലാ 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 ബ്ലാ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്ന് പേജ് എക്സ്പാൻഡ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളെ കമ്മ്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിഗിനർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും, മേ ബി അഡ്വാൻസ് ആയിരിക്കാം. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ കുറച്ച് അഡ്വാൻസ് സ്പീക്കേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ബിഗിനേഴ്സിനെയും ഇൻ്റർമീഡിയറ്റ് സ്പീക്കേഴ്സിനെയാണ് ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗിനറാണ്, നിങ്ങൾ ഒരു കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കണത് കുറച്ച് ഗ്രൂപ്പ്സ് ആണ്. ആ ഗ്രൂപ്പ്സിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ബിഗിനേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുന്നതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ് നമ്മളെ കമ്മ്യൂണിറ്റികൾ എല്ലാവരും പറയണത്. കാരണം ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സെൻറ്റൻസ് പോലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് ലോഞ്ച് പാഡ്, നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ്, പ്രാക്ടീസ് സെഷൻസ്, ആക്ടിവിറ്റീസ്, സ്ട്രേഞ്ചേഴ്സ് എല്ലാതും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കിട്ടും. സോ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു 21 ഡേയ്സിൻ്റെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്. ഈ പറഞ്ഞ പോലെ ഒരു സെൻറ്റൻസ് പോലും നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ കോഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഡീസൻറ്റ് സ്പീക്കർ ആവാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, ഗൈഡൻസ്, പ്രാക്ടീസ്, സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അഡ്മിൻ ഓൺലി ഗ്രൂപ്പാണ്. ഇവിടെ ഓരോ കോഴ്സസിൻ്റെ ഓരോ ട്യൂട്ടോറിയൽസും വരും, അത് വാച്ച് ചെയ്യുക. അതിൻ്റെ ആക്ടിവിറ്റീസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ആ ആക്ടിവിറ്റീസും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സും ഉണ്ടാവും. ഈ ബിഗിനേഴ്സ് ചാലഞ്ചിലെ ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, ആക്ടിവിറ്റീസും ഉണ്ടാവും. അപ്പോൾ ആ ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്. അപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബിഗിനേഴ്സ് ചാലഞ്ച് ജോയിൻ ചെയ്യുക. ബിഗിനേഴ്സ് ചാലഞ്ചിന് ട്യൂട്ടോറിയൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുക. അപ്പം ഞാനോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോളജുള്ള ആരെങ്കിലും അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും, അപ്പം തന്നെ സോൾവ് ചെയ്ത് തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ്, ഈ ബിഗിനേഴ്സ് ചാലഞ്ചിലെ ട്യൂട്ടോറിയലിൽ പ്രാക്ടീസുകൾ കുറേ പറയും. ആക്ടിവിറ്റി ചെയ്യാതെ, പ്രാക്ടീസ് ചെയ്യാതെ, നിങ്ങളെ മൗത്ത് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ലാംഗ്വേജിൽ അടിപൊളിയാവാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് പ്രാക്ടീസ് സോൺ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ പ്രാക്ടീസ് സോണിൽ വന്നിട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നമ്മളെ പ്രാക്ടീസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം തന്നെ ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടീസ് ഷീറ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ആ പ്രാക്ടീസൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് സോണിൽ ഇടുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാനോ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും സോൾവ് ചെയ്ത് തരും. ആൻഡ് അഗെയിൻ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി ബിഗിനറായി നിങ്ങൾ ഗ്രൂപ്പിലേക്ക് വന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ നിങ്ങൾ ആ ബിഗിനേഴ്സ് ചാലഞ്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. കാരണം നിങ്ങൾക്ക് ആ സ്കില്ല് കിട്ടി, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരാം. നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം, സ്ട്രേഞ്ചേഴ്സിനായിട്ട് സംസാരിച്ച് തുടങ്ങാം. ഇവിടെ ബേസിക്കലി അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ സംസാരിച്ച് തുടങ്ങാം, സ്ട്രേഞ്ചേഴ്സിനായിട്ട് സംസാരിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്ത് അപ്പം തന്നെ ഇതിൽ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസിനോ അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ചാലഞ്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്നുള്ള കാര്യം എനിക്ക് 100% ഷുവറാണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പാത്ത്. ഇനി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ലാംഗ്വേജ് അറിയാം, അവർക്ക് ഓൾറെഡി അവരുടെ വേർഡ്സും കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലുണ്ട്, സെൻറ്റൻസ് ഫോം ചെയ്യാൻ അറിയാം. പക്ഷേ ഇവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് അവരുടെ പാസീവ് മെമ്മറിയിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ പാസീവ് വൊക്കാബുലറി ആയിട്ടൊക്കെയാണ് കിടക്കുക. അപ്പോൾ അവരിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴാണ് അത് അവരുടെ ആക്റ്റീവ് വൊക്കാബുലറിയിലേക്കും ആക്റ്റീവ് മെമ്മറിയിലേക്കൊക്കെ വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു സർക്കിൾ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു
ഒരു എന്താ പറയുക എൻവയൺമെന്റ് കിട്ടിയാൽ മതി. അപ്പോൾ ആ എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കൊണ്ടുവന്നേക്കുന്നത്, ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കൊണ്ടുവന്നേക്കുന്നത്. സീരിയസ് ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് മാത്രമായിരിക്കും ആൾക്കാർ സംസാരിക്കുക. ബഡി ടോക്ക് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ചില സമയത്ത് പറ്റാണ്ടാകുമ്പോൾ കുറച്ച് മലയാളമൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കാം. പക്ഷേ ഇന്റർമീഡിയറ്റിൽ വരുമ്പോൾ സെയിം ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ് പോലെ തന്നെ സെയിം ഇവിടെയുണ്ട് ബിഗിനർ ടോക്ക് ഫോർ ബഡി ടോക്ക് ഫോർ ഇന്റർമീഡിയറ്റ്സ്. അവിടെ സീരിയസ് ലേണേഴ്സ് ആയിരിക്കും, എല്ലാവരും ഇംഗ്ലീഷ് ആയിരിക്കും പറയാം. നിങ്ങൾക്ക് അവിടെ സംസാരിച്ച് എല്ലാം ആക്റ്റീവിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അതാണ് ബിഗിനേഴ്സിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ടോക്ക് എന്ന് പറയുന്ന സാധനമാണ്. കാരണം കുറേ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കയറി വരുന്നത് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ തന്നെയുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് HR ആയിട്ടും ഒരാൾക്ക് ഇന്റർവ്യൂവർ ആയിട്ടും അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ടൊക്കെ ആക്ട് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം, റോൾ പ്ലേസ് ചെയ്യാം, ഹയറിംഗ് അപ്ഡേറ്റ്സ് ഇടാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഗെറ്റ് ഹയർഡ്. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ പേർപ്പസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് അത് എങ്ങനെയാണ് എക്സാക്ട്ലി യൂസ് ചെയ്യാമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മേജർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ സ്പീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഇന്റർമീഡിയറ്റ് ടോക്കിലേക്ക് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ താഴെ ഇങ്ങനെ കാണിക്കാം വാണ്ട്സ് ടു ടോക്ക് എന്നുള്ള ഒരു സാധനം അവിടെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു ആ ഗ്രൂപ്പിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനൊരു സാധനം കാണാൻ പറ്റും. അവിടെ ജോയിൻ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയും വരും. അവിടെയും ജോയിൻ നെക്കി കഴിഞ്ഞാൽ ഓരോരുത്തർ സംസാരിക്കണം, നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ ആ മൈക്കിൻ്റെ ഐക്കിൽ മ്യൂട്ട് ചെയ്തിട്ടും മ്യൂട്ട് ഓഫ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. മാക്സിമം ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്തിരിക്കാൻ നോക്കാം, നിങ്ങൾ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ആ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. പിന്നെ അഗൈൻ ഇപ്പോൾ ആരും ആ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ റെയർ ആയിട്ട് വരുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാ ഗ്രൂപ്പ്സും ആക്റ്റീവ് ആയിരിക്കും. ഇനി ആരും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വോയിസ് ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് വരാം. ജസ്റ്റ് അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പിടിക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വോയിസ് ചാറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധനം വരും. അത് നെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് ചാറ്റ് ഓപ്പൺ ആവും. അവിടെ ഒരു ഹായ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഹായ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വന്ന് ജോയിൻ ആവും. എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് ഡിലേ ആണ്, അതുകൊണ്ട് ഈ വീഡിയോ ലോഡ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അത് യൂസ് ചെയ്യാം. ആൻഡ് അഗൈൻ ഫൈനൽ നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വെറി ചെയ്യേണ്ട. ഇവിടെ ഒരാളും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ഒക്കെ ബിഗിനേഴ്സ് ആണ്, ഒക്കെ എന്താ പറയുക എല്ലാവരും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ആണ്. ജസ്റ്റ് സ്പീക്ക് ചെയ്യുക. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ചാലഞ്ച് എന്തായാലും അറ്റൻഡ് ചെയ്യുക.